ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന എൻ്റെ വിഷയം വിശുദ്ധരുടെ പ്രാർത്ഥനാ ജീവിതം എന്നതാണ്. ദൈവത്തോടുള്ള സംഭാഷണമാണ് പ്രാർത്ഥന. പ്രാർത്ഥന എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ ഹൃദയം ദൈവത്തിങ്കിലേക്ക് തിരിക്കുക, നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും സർവശക്തനോട് പറയുക എന്നതാണ്. പ്രാർത്ഥനയ്ക്ക് തുല്യമായി മറ്റൊന്നില്ല എന്നാണ് വിശുദ്ധ അൽഫോൺസ് ലിഗോരി പറയുന്നത്. എന്തെന്നാൽ അസാധ്യമായതിനെ അത് സാധ്യമാക്കുന്നു, ദുഷ്കരമായതിനെ എളുപ്പമാക്കുന്നു. തീഷ്ണതയോടെ പ്രാർത്ഥിക്കുകയും നിരന്തരം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തവരായിരുന്നു വിശുദ്ധർ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 24-ാം വാക്യം, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയ നിധിയാണ് ഓരോ വിശുദ്ധരും. ദൈവത്തെ കാണുവാനും അനുഭവിക്കാനുമുള്ള ക്രിസ്തുവിൻ്റെ ആഗ്രഹത്തെ വചനാധിഷ്ഠിതമായ ജീവിതം കൊണ്ട് നേടിയെടുത്തവരാണ് ഓരോ വിശുദ്ധരും. ഒരു കുടുംബം മുഴുവനും വിശുദ്ധരായി തീർന്ന ഒരു കുടുംബത്തെ ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ലൂയി മാർട്ടിൻ, സെലിൻ മാർട്ടിൻ എന്നിവരുടെ കുടുംബം. ഇവരുടെ 5 പെൺമക്കളിൽ ഇളയ മകളാണ് മിഷണറിമാരുടെ മധ്യസ്ഥ എന്നറിയപ്പെടുന്ന വിശുദ്ധ കൊച്ചു ത്രേസ്യ. അതോടൊപ്പം സന്യാസം സ്വീകരിച്ച 4 സഹോദരിമാരും വിശുദ്ധരായി തീർന്നു. അങ്ങനെ ഈ കുടുംബം ഈ ലോകത്തിൽ അന്യം നിന്നു പോയിട്ടുണ്ടെങ്കിലും സ്വർഗലോകത്തിൽ ഒരു വിശുദ്ധ കുടുംബം ജന്മമെടുത്തു. വിശുദ്ധമായത് വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും. ഓരോ വിശുദ്ധരും നമുക്ക് നൽകിയത് അനുകരണീയമായ ഒരു ജീവിത ശൈലിയാണ്. നമുക്ക് മുൻപേ ക്രിസ്തുവിനെ അനുകരിച്ച് നടന്നു പോയവരാണ് ഓരോ വിശുദ്ധരും. അവർ നമ്മോടൊപ്പം ഓരോ നിമിഷവും ജീവിക്കാനുള്ളവരാണ്. അവർ നടന്നുപോയ വഴികളിലെ കാലടികൾ നോക്കി നടക്കാനായി വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. പ്രാർത്ഥനകൾ സദാ പുനർജനിക്കുന്നു. ഓരോ തവണയും നാം കൈകൾ കൂപ്പുമ്പോഴും ദൈവത്തിനു വേണ്ടി ഹൃദയം തുറന്നു കൊടുക്കുമ്പോഴും നമ്മൾ നമ്മോടൊപ്പം പ്രാർത്ഥിക്കുന്ന അജ്ഞാതരും നാം അറിയുന്നവരുമായ വിശുദ്ധരുടെ കൂട്ടായ്മയിലാണ്. ഫിലിപ്പിയർ 4:6 പറയുന്നത് പോലെ, പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രധാന കാരണം പ്രാർത്ഥിക്കാൻ ദൈവം നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട് എന്നതിനാലാണ്. ഈ കൽപ്പന ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയവരാണ് ഓരോ വിശുദ്ധരും. ദൈവം തന്നിൽ തന്നെ അനന്ത സ്വരൂപനാണെങ്കിലും നമ്മുടെ സ്നേഹത്തിനായി അവിടുന്ന് ദാഹിക്കുന്നുണ്ട്. വിശുദ്ധ കൊച്ചു ത്രേസ്യ പറയുന്നത് പോലെ, നമ്മുടെ സ്നേഹത്തിനായി അവിടുന്ന് നമ്മുടെ ഹൃദയത്തിൽ വന്ന് യാചിക്കുന്നുണ്ട്. പ്രാർത്ഥനയുടെ മാതൃകകളുമായി അനേകം വിശുദ്ധാത്മാക്കൾ നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ പ്രാർത്ഥനയോടെ കരങ്ങൾ കൂപ്പാതിരിക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കും? പ്രാർത്ഥന നമ്മെ ദൈവവുമായി ചേർത്ത് നിർത്തുന്നു. നല്ല പ്രാർത്ഥനാ ജീവിതത്തിലൂടെ വിശുദ്ധിയിൽ വളരാൻ നമുക്കും പരിശ്രമിക്കാം. താങ്ക് യു. ഈശോമിശിഹായ്ക്ക് അവൻ്റെ ഇഷ്ടത്തിന് അനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്നതാണ് നമുക്ക് അവനുള്ള ഉറപ്പ്. 1 യോഹന്നാൻ 5:14.